ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മെയ് മാസം 3-ാം തീയതിയാണ്. ഇന്ന് വെള്ളിയാഴ്ച റിലീസുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ നടികർ എന്ന് പറഞ്ഞ മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ റിലീസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 13ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ ഒരു സിനിമ, ഒരു പ്രധാനപ്പെട്ട സിനിമയൊന്നുമല്ല, ഒരു എന്താ പറയുക, പിന്നെ ചെറിയൊരു മൂവിയാണ്. പുക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ഒരു ഹൊറർ മൂവിയായിരുന്നു. ഗാർഡിയൻ എന്നാണ് സിനിമയുടെ പേര്. സിംപ്ലി സൗത്തിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് ആമസോൺ പ്രൈമിൽ ടെൻകോട്ടയിൽ അവൈലബിൾ ആണ്. തമിഴ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഈ രണ്ട് സിനിമകളാണ് മെയിനായിട്ട് എന്താ പറയുക, തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും വന്നിട്ടുള്ള സിനിമകളായിട്ടുള്ളത്. പിന്നെയൊക്കെ ഹിന്ദി, തെലുങ്ക്, പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതലുള്ളത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെയാണെന്നുള്ളത്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ വേറെ സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. കൺട്രോൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലൈൻമാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ബൈരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ തമിഴ് ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ മലയാളം ഭാഷയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ആമസോൺ പ്രൈമിൽ. അടുത്തത് ഒരു പിന്നെ എന്താ പറയുക, ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. മഡ്ഗാവോൺ എക്സ്പ്രസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ. അപ്പോൾ ഇത്രയും സിനിമകളാണ്. പിന്നെ ഈ 1, 2, 3, 4 സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി പിന്നലത്തെ ലിസ്റ്റിൽ ഇല്ലാത്ത പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളായിട്ടുള്ളത്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളായിട്ടുള്ളത്. ഇത് നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത് പറഞ്ഞാൽ ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമയാണ്. അജയ് ദേവ്ഗനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഇന്ന് റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ അത് ഒരു ദിവസത്തേക്ക് മുന്നോട്ട് മാറ്റിയിരിക്കുകയാണ്. അതായത് നാളെ, ഇന്ന് ഉള്ളത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. മെയ് മാസം 4-ാം തീയതി ഈ ഒരു സിനിമ പിന്നെന്താ പറയുക, നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിപ്പോൾ ഇന്ന് രാത്രി 12-ന് ശേഷം അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു തമിഴ് സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഒരു ആന്തോളജി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഹോട്ട്സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മെയ് മാസം 17-ാം തീയതി ടെൻകോട്ട OTT പ്ലാറ്റ്ഫോം വഴി ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ടെൻകോട്ട കൂടാതെ ആഹാ തമിഴിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഈ ഒരു സിനിമ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്തത് ഇപ്പം തിയേറ്ററിൽ പിന്നെ എന്താ പറയുക, നിറഞ്ഞ സദസ്സിൽ ഓടി ഏകദേശം 22 ദിവസം കൊണ്ട് 150 കോടിക്ക് അടുത്തേക്ക് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഫാസ്റ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായ ആവേശം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മെയ് മാസം 17-ാം തീയതി എന്നുള്ളൊരു റൂമറായിരുന്നു ഇന്നലെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് മെയ് മാസം 9-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആമസോൺ പ്രൈം വഴി. പക്ഷേ ആമസോൺ പ്രൈമിൽ മെയ് മാസം 9-ാം തീയതി വരിക എന്നൊക്കെ പറയുമ്പോൾ 9 എന്ന് പറയുമ്പോൾ ഇന്ന് ഓൾറെഡി മെയ് മാസം 3-ആയി. ഇനി 6 ദിവസം കൂടിയാണ് 9-ാം തീയതിക്ക്. ആമസോൺ പ്രൈമിൽ പിന്നെ വരാനും വരാതിരിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ നല്ല നിറഞ്ഞ സദസ്സിലോട് നല്ല കളക്ഷനോട് കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആവേശം. ഇപ്പം ധൃതി പിടിച്ച് OTT റിലീസ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു എന്താ വെച്ചാൽ 2 ആഴ്ച കൂടി കളിക്കട്ടെ, 2-3 ആഴ്ച കൂടി ഈ സിനിമ തിയേറ്ററിൽ കളിക്കട്ടെ. അതിന് ശേഷം ഈ മാസം ലാസ്റ്റ് മെയ് മാസത്തിൽ ലാസ്റ്റിലേക്കൊക്കെ OTT റിലീസ് ചെയ്യിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആവേശം ഇപ്പോൾ തന്നെ മെയ് മാസം 9-ാം തീയതി OTT റിലീസ് ചെയ്യാനാണോ നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി തിയേറ്ററിൽ കൂടി കുറച്ചുകൂടി കളക്ഷൻ നേടി ഏകദേശം 200 കോടിയൊക്കെ എത്തട്ടെ. 200 കോടി കളക്ഷനിൽ ഒരു സിനിമ മാത്രം പോരല്ലോ നമുക്ക്, ഇനിയും സിനിമകൾ വേണ്ടേ. അപ്പോൾ തിയേറ്ററിൽ നല്ലപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ പിന്നെ ആ സമയത്ത് OTT റിലീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കുറച്ച് പിന്നെ എന്താ പറയുക, OTTയിൽ തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയ ശേഷം OTT റിലീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നടികർ തിയേറ്ററിൽ കണ്ടു, മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ കണ്ടു, പിന്നെ സിനിമകളൊക്കെ കണ്ട് റിവ്യൂ ചെയ്യാറുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും